അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം, അമ്മാ ബഅദ്. യാസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ കുറിച്ചുള്ള ചരിത്രമാണ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഈ ചരിത്രം നമ്മിലെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബദർ യുദ്ധ ദിവസം ഇസ്ലാമിനെതിരെ ഊരിപ്പിടിച്ച പടവാളുമായി അവിശ്വാസികളുടെ നിരയിൽ നേതൃത്വം നൽകിയിരുന്ന ഒരു ഖുറൈശി നേതാവായിരുന്നു ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു. മക്ക നിവാസികൾ അദ്ദേഹത്തെ ഖുറൈശികളുടെ പിശാജ് എന്നാണ് വിളിച്ചിരുന്നത്. ബദറിലേക്ക് പുറപ്പെട്ട മുസ്ലിം സംഘത്തിന്റെ ആൾബലവും ആയുധശേഷിയും രഹസ്യമായി അറിഞ്ഞുവരാൻ ശത്രു സൈന്യം നിയോഗിച്ചത് ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. അദ്ദേഹം മടങ്ങി വന്ന് ഇപ്രകാരം പറഞ്ഞു: അവർ ഏകദേശം 300ഓളം പേർ വരും. മറ്റു പോഷക ഘടകങ്ങളൊന്നും ഉള്ളതായി എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും മാരകമായ മരണവും പേറിക്കൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. അവരുടെ പക്കൽ സ്വന്തം വാളല്ലാതെ ഒരു കവചമോ ആയുധങ്ങളോ കാണുന്നില്ല. എന്നിരുന്നാലും അവരിൽ നിന്ന് ഒരാളെ വധിക്കണമെങ്കിൽ നമ്മിൽ നിന്ന് ഒരാളെങ്കിലും മരിക്കാതെ സാധ്യമല്ല. അങ്ങനെ വന്നാൽ അത്രയും പേർ നിങ്ങളിൽ നിന്ന് വധിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് നാം എന്തു വേണം, നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അവരിൽ വലിയ പ്രതികരണം സൃഷ്ടിച്ചു. അബൂജഹൽ തക്ക സമയത്ത് ഇടപെട്ട് ഖുറൈശികളിൽ പ്രേരണ ചെലുത്തിയില്ലെങ്കിൽ പ്രസ്തുത യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവർ ഒന്നടങ്കം നാട്ടിലേക്ക് മടങ്ങുമായിരുന്നു. ബദറിന്റെ തിക്തരസം ഖുറൈശി പ്രമുഖരുടെ മനോമുകുരത്തിൽ മായാതെ നിറഞ്ഞു നിന്നു. അചിന്ത്യമായിരുന്നു അവരുടെ അനുഭവങ്ങൾ. പ്രമുഖരായ പലരും ഖലീബിൽ മൂടപ്പെട്ടു, പലരും ബന്ധനസ്ഥരായി. ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു ജീവനോടെ രക്ഷപ്പെട്ടെങ്കിലും പ്രിയപുത്രൻ മദീനയിൽ ബന്ധനസ്ഥനായിരുന്നു. ഒരിക്കൽ അപമാനഭാരം നിമിത്തം തലപൊക്കാനാവാതെ കഅബയുടെ സമീപം ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു ഇരിക്കുകയായിരുന്നു. കൂടെ സഫ്വാൻ റളിയല്ലാഹു അൻഹുവുമുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് ഉമയ്യത്ത് ബദറിൽ വെച്ചായിരുന്നു കൊല ചെയ്യപ്പെട്ടത്. രണ്ടുപേരും പ്രതികാരവാജ്ഞ കൊണ്ട് ഉന്മത്തരായിരുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു: നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം വധിക്കപ്പെട്ടു. ഇനി നമ്മുടെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ആ സമയം ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹുവും പറയുകയാണ്: സത്യം, ഞാനും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. എന്റെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ ഭാവി, മറ്റു ചില കടബാധ്യതകൾ, ഇവ രണ്ടുമില്ലായിരുന്നെങ്കിൽ മുഹമ്മദിനോട് പ്രതികാരം ചെയ്യാൻ എനിക്കറിയാമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സഫ്വാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു: ഉമൈറേ, നീ എങ്ങനെ പ്രതികാരം ചെയ്യൂ, പറയൂ, കേൾക്കട്ടെ. ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: ബന്ധിതനായ എന്റെ മകനെ കാണാനെന്ന വ്യാജാന ഞാൻ മദീനയിലേക്ക് പോകും. അവിടെ വെച്ച് ഞാൻ മുഹമ്മദിന്റെ തല കൊയ്യും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോൾ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ വദനം പ്രസന്നമായി. സഫ്വാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു: നിന്റെ 2 പ്രശ്നങ്ങളും ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. നിന്റെ കുട്ടികൾക്ക് ഞാൻ സംരക്ഷണം നൽകാം. പട്ടിണിയും ദാരിദ്ര്യവും അവരെ തീണ്ടുക പോലുമില്ല. നിന്റെ കടബാധ്യതകൾ എത്രയുണ്ടെങ്കിലും ഞാൻ വീട്ടിക്കൊള്ളാം. ധൈര്യമുണ്ടെങ്കിൽ നീ പുറപ്പെടുക, മുഹമ്മദിന്റെ തല കൊയ്യുക. അങ്ങനെ സഫ്വാൻ റളിയല്ലാഹു അൻഹുവും ഉമൈർ റളിയല്ലാഹു അൻഹുവും വളരെ രഹസ്യമായി ആ തീരുമാനത്തിൽ എത്തിച്ചേർന്നു. മാരകമായ വിഷത്തിൽ ഊട്ടിയ വാളും ഉറയിലിട്ടുകൊണ്ട് ഒട്ടകപ്പുറത്ത് കയറി ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പുറപ്പെട്ടു. ബദറിന്റെ സ്മരണകൾ അന്ന് മദീനയിലും കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അല്ലാഹു തആല തങ്ങൾക്ക് നൽകിയ മഹത്തായ അനുഗ്രഹവും വിജയവും അയവിറക്കിക്കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം സ്വഹാബിമാർ മദീനയിൽ ഇരിക്കുകയായിരുന്നു. ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ കവാടത്തിനടുത്തു വന്ന് ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബദറിൽ ശത്രുപാളയത്തിലെ രണശൂരനായിരുന്ന ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉത്കണ്ഠാകുലനായി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു: അതാ അല്ലാഹുവിന്റെ ശത്രു ഉമൈറാണത്, അവനെ സൂക്ഷിക്കണം, അവൻ ചതിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു: നബിയേ, ഊരിപ്പിടിച്ച വാളുമായി ഉമൈറിദാ പള്ളിയുടെ അടുത്ത് വന്നിരിക്കുന്നു. അവനെ എന്ത് ചെയ്യണം, എന്തു വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരോട് പറഞ്ഞു: നിങ്ങൾ നബിയുടെ അടുത്ത് ചെന്ന് ജാഗരൂകരായിരിക്കുക.
ആ വഞ്ചകനെ വിശ്വസിച്ചുകൂടാ, ഞാൻ പോയി അവനെ കൊണ്ടുവരാം. തന്റെ വാൾ ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹുവിന്റെ പിരടിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ആനയിച്ചു. നബി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മാറി നിൽക്കാൻ ആജ്ഞാപിച്ചു. ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹുവിനെ പ്രിയ പ്രവാചകൻ അടുത്തേക്ക് വിളിച്ചു. അൻഇമു സബാഹൻ ഉമൈർ, നബിയെ അഭിവാദ്യം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സ്വർഗനിവാസികളുടെ അഭിവാദന വചനമാണ് ഉപയോഗിക്കാറ്, അഥവാ സലാം. ദൈവം ഞങ്ങൾക്ക് കനിഞ്ഞരുളിയതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമൈർ, താൻ ഇങ്ങോട്ട് വരാൻ കാരണം എന്താണ്? ഉമൈർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ബന്ധനസ്ഥനാക്കി എൻ്റെ മകനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അപ്പോൾ പിന്നെ എന്തിനാണ് ഈ വാൾ? ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ വാൾ. ഇത്രയും ശപിക്കപ്പെട്ട മറ്റെന്തുണ്ട്? ഇതുകൊണ്ട് ഞങ്ങൾക്ക് വല്ല പ്രയോജനവും ലഭിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കള്ളയം പറയരുത് ഉമൈറെ, നീ വന്ന കാര്യം തുറന്നു പറയൂ ഉമൈറെ. ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സത്യമാണ്, എനിക്ക് മറ്റൊരു ഉദ്ദേശവുമില്ല. എൻ്റെ ബന്ധനസ്ഥനാക്കപ്പെട്ട മകനെ കാണുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആഹാ, നീയും സഫ്വാനും കഅബയുടെ സമീപത്തിരുന്നു കൊണ്ട് ഒരു തീരുമാനമെടുത്തില്ലേ? അതിന്റെ അടിസ്ഥാനത്തിലല്ലേ നീ ഇവിടെ വന്നത്? സർവശക്തനായ അല്ലാഹു തആല ആ രഹസ്യം എനിക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. നിന്റെ ഉദ്ദേശ്യം അവൻ പരാജയപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അത് കേട്ട് ഉമൈർ റളിയല്ലാഹു അൻഹു സ്തബ്ധനായി. പരമരഹസ്യമായി തങ്ങളുടെ തീരുമാനം എങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു? അത് ദൈവത്തിന്റെ ബോധനമല്ലാതെ മറ്റൊന്നുമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യപ്രവാചകനാകുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു ഷഹാദത്തിന്റെ മന്ത്രധ്വനികൾ ഉരുവിട്ടുകൊണ്ട് പ്രസ്തുത സദസ്സിൽ വെച്ചു തന്നെ ഇസ്ലാം ആശ്ലേഷിച്ചു. അങ്ങനെ ജാഹിലിയത്തിലെ പിശാചി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ പുണ്യാളനായി മാറി. ഈ സംഭവത്തെക്കുറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നീടൊരിക്കൽ ഇപ്രകാരം പറഞ്ഞു, അന്ന് ഉമൈർ മദീനയിലേക്ക് വന്ന് കയറിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ പന്നിയേക്കാൾ വെറുത്തിരുന്നു. ഇന്ന് അദ്ദേഹം എൻ്റെ പ്രിയപുത്രനേക്കാൾ എനിക്ക് പ്രിയങ്കരനാണ്. ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് അഗാധമായി ചിന്തിച്ചു. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ താൻ പണ്ട് അനുവർത്തിച്ച ക്രൂരമായ നിലപാടുകൾ ഓർത്ത് ദുഃഖിക്കുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താൻ കിണഞ്ഞു ശ്രമിച്ച ഒരാളായിരുന്നു ഞാൻ. അതിനുവേണ്ടി മുസ്ലിങ്ങളെ കഠിനമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇനി ഞാൻ മക്കയിലേക്ക് മടങ്ങിച്ചെന്ന് അവിടുത്തുകാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലാഹു തആല അവരെ സന്മാർഗത്തിൽ ചേർത്തിയേക്കും. അതിനവർ വിസമ്മതിക്കുന്ന പക്ഷം പണ്ട് അങ്ങയുടെ അനുയായികളെ ഞാൻ എത്രമാത്രം ഉപദ്രവിച്ചിരുന്നുവോ അതിലുപരി അവരെയും ഉപദ്രവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സമ്മതം നൽകിയാലും. ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു പിരിഞ്ഞ ശേഷം സഫ്വാൻ റളിയല്ലാഹു അൻഹു അക്ഷമനായി മദീനയുടെ ഭാഗത്തേക്ക് കണ്ണുനട്ട് നാളെണ്ണാൻ തുടങ്ങി. സന്തോഷകരമായ ആ വൃത്താന്തം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വധം അതോർക്കുമ്പോൾ സഫ്വാന്റെ ഞരമ്പുകളിൽ ആനന്ദലഹരി പീലി വിടർത്തി. അടക്കവയ്യാതെ തന്റെ ചില കൂട്ടുകാരോട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ സ്നേഹിതന്മാരെ, മദീനയിൽ നിന്ന് ഒരു സന്തോഷ വാർത്ത പറന്നു വരും. ബദറിന്റെ സന്താപ സ്മരണയിൽ പോലും നിങ്ങളെ അത് സന്തുഷ്ടരാക്കും. മദീനയിൽ നിന്ന് വരുന്ന എല്ലാ യാത്രക്കാരെയും സഫ്വാൻ റളിയല്ലാഹു അൻഹു സമീപിക്കും. അവിടെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആർത്തിയോടെ അന്വേഷിക്കുകയും ചെയ്യും. ഒരിക്കൽ ഒരു യാത്രക്കാരനിൽ നിന്ന് ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷം സഫ്വാൻ റളിയല്ലാഹു അൻഹു അറിഞ്ഞു. സഫ്വാന് തലചുറ്റുന്ന പോലെ തോന്നി. നിരാശനും ദുഃഖിതനുമായി മാറി. ഒരു ദിവസം ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു മക്കയിലെത്തി. ആദ്യം സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ തന്നെയാണ് ചെന്ന് കണ്ടത്. ജ്വലിക്കുന്ന കണ്ണുകളോടെ സഫ്വാൻ റളിയല്ലാഹു അൻഹു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ പാഞ്ഞെടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ മൂർച്ചയേറിയ ഖഡ്ഗം സഫ്വാനെ ആക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഏതാനും അസഭ്യ വാക്കുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓടിയകലുകയാണുണ്ടായത്. ഉമൈർ റളിയല്ലാഹു അൻഹു തന്റെ പ്രബോധന പ്രവർത്തനം നിർവിഘ്നം തുടർന്നു. മക്കയിലെ എല്ലാ സദസ്സിലും അദ്ദേഹം കയറിയിറങ്ങി. ആഴ്ചകൾ തികയുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ സംഘം പുതുവിശ്വാസികളുമായി അദ്ദേഹം മദീനയിലേക്ക് മടങ്ങി. വീണ്ടും മക്കയിൽ വന്നു ഉത്ബോധനം നടത്തി.
തൻ്റെ പ്രവർത്തന ഫലമായി ഒട്ടേറെ പേർ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ഉമൈർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സേവനം നിസ്തുലമായിരുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിര്യാണത്തിന് മുമ്പും അതിനുശേഷവും സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചു അദ്ദേഹം. തൻ്റെ സ്നേഹിതനായ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഉമൈർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹു വളരെയധികം ആഗ്രഹിച്ചു. അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. മക്ക വിജയത്തെ തുടർന്ന് നാടുവിട്ടൊളിച്ചോടാൻ തീരുമാനിച്ച സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഹാജരാക്കി. തിരുമേനിയിൽ നിന്ന് പ്രതികാരം ഭയന്ന് കഴിയുകയായിരുന്ന അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഹാജരാക്കാൻ ഉമൈർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹു വളരെ പണിപെട്ടു. മഹാമനസ്കനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന് തൻ്റെ അഭീഷ്ടം കൈക്കൊള്ളാൻ 4 മാസത്തെ അവധി നൽകി. അതിനുശേഷം സഫ്വാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ആ മഹാരഥന്മാരോടൊപ്പം നാം ഏവരെയും അല്ലാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.